ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇത് ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് ആ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ചിക്കൻ മസാല ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൂടി ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കരിവേപ്പില ഇട്ടിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നോട് മല്ലിയില ഇടുന്നില്ല. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വരട്ടി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. Thanks for watching. Bye bye.